സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഒരു സിനിമയാണത്. അങ്ങനെയല്ല, ഇസ്ലാമിക ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം തീവ്രവാദ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്തതിന്റെ പേരിലാണ് അവിടെ ഇപ്പോൾ തടവിലായിരിക്കുന്നത്. കവ്യ, ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ തന്നെ പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. അവാർഡ് പ്രതീക്ഷിച്ച ആളുകൾ അത് കിട്ടാതെ വരുമ്പോൾ പ്രതിഷേധിക്കും, വിമർശിക്കും, സർക്കാരിനെ കുറ്റം പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയും. ഇപ്പോഴും വലിയ പതിവ് വ്യത്യാസമില്ല. ഇപ്പം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിൽ ഉള്ളൊഴുക്ക്, പൂക്കാലം, വിജയരാഘവൻ, ഉർവശി, അങ്ങനെയുള്ള കുറേ പേർക്ക് അവാർഡുകളുണ്ട്. പിന്നെ മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. നടന്മാരായിട്ടുള്ള രണ്ടുപേരെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആടുജീവിതത്തെ വലിയ രീതിയിൽ അവഗണിച്ചു എന്നൊക്കെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. അപ്പോൾ ആടുജീവിതം നോവൽ വായിച്ചപ്പോൾ കിട്ടിയ ഫീലിങ്സ് ഒന്നും സിനിമ കണ്ടപ്പോൾ എനിക്ക് അതെന്തായാലും ഒരാൾക്കും കിട്ടില്ല. കാരണം നമ്മുടെ ഇമാജിനേഷൻ ആണ് ഒരു നോവൽ വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് ചിലപ്പം ഒരു സിനിമയാക്കി കൊണ്ടുവരുമ്പോൾ അത്രത്തോളം നമുക്കത് എഫക്ട് ചെയ്യണമെന്നില്ല. അല്ല, അത് ഞാൻ ചോദിക്കുന്നത്, അതിന് അപ്പോൾ അവാർഡ് കൊടുക്കാത്തതുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ ഈ അവിടെ അത് ഒരു അവാർഡിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം കേരള സ്റ്റോറിക്കൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആടുജീവിതത്തിന് എന്തായാലും ഒരു അവാർഡെങ്കിലും കൊടുക്കേണ്ടതാണ്. കേരള സ്റ്റോറി അത്ര മോശം സിനിമയാണ്. ഓ, തീർച്ചയായിട്ടും മോശം സിനിമയാണ്. എന്താണ് മോശം എന്നോ, ഈ കേരളത്തിനെ കുറിച്ച് ഇത്രയും അപവാദം പറഞ്ഞൊരു സിനിമ വേറെ ഇല്ല. എന്താണ് അപവാദം? കേരളത്തിലുള്ള ഹൈന്ദവരെയൊക്കെ മുസ്ലിം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിനിമ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഒരു സിനിമയാണത്. അങ്ങനെയല്ല, അപ്പൊ കാവ്യ പറയുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടൊന്നുമല്ല കേരള സ്റ്റോറി. അതില് ഞാൻ പൂർണ്ണമായി ആ സിനിമയെ പിന്തുണയ്ക്കുന്നൊന്നുമില്ല. അത് പറഞ്ഞ 3000 പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നത് അത് തെറ്റാണ്. പക്ഷേ ഇവിടെ നടന്ന സംഭവങ്ങളുണ്ട്, നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമുണ്ടല്ലോ. തിരുവനന്തപുരത്തുള്ളൊരു നിമിഷ, സോണിയ സെബാസ്റ്റ്യൻ, അങ്ങനെ 11ഓളം പേർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണ്. താലിബാൻ ഭരണകൂടം അവിടെ തടവിലാക്കിയിരിക്കുക. എന്തുകൊണ്ടാ? IS പോയി ചേർന്ന്, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം തീവ്രവാദ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്തതിന്റെ പേരിലാണ് അവിടെ ഇപ്പോൾ തടവിലായിരിക്കുന്നത്. ഇവരൊക്കെ പോയത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ലവ് ജിഹാദിൽ പെട്ട്, ലവ് ജിഹാദ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അവിടെ നമുക്ക് അത് പറഞ്ഞാലേ കൂടുതൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. പറയുന്നേക്ക്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ഈ നിങ്ങൾ പറയുന്ന ഇത് കേരള സ്റ്റോറി ഇത്, പക്ഷെ ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു പേരിടണോ വേണമായിരുന്നു എന്ന് കൂടി സംശയം എനിക്കുണ്ട്. ഇത് കേരളം ഈ ലവ് ജിഹാദ് എന്ന ആരോപണത്തെ കേന്ദ്ര ഏജൻസികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കോടതിയും തള്ളിക്കളഞ്ഞതാണ്. കേരളത്തിൽ അങ്ങനത്തെ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപമാനിക്കാൻ, കേരളത്തെ അല്ലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി പടച്ചുവിട്ട ഒരു സാധനം മാത്രമാണ് ലവ് ജിഹാദ്. അതിനെയാണ് ഇപ്പോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പടം എടുത്ത് വെച്ചിട്ട് കേന്ദ്രത്തിന്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പും സംസ്ഥാനത്തെ ആഭ്യന്തര കോടതി എന്തുവാന്നാ പറഞ്ഞേ? ഈ ലവ് ജിഹാദ് എന്ന വാക്കിനാണ്. അല്ലാതെ അങ്ങനെ ഇത് ലവ് ജിഹാദ്, ഞാനിതാ ഒരാളെ പ്രേമിച്ച് മതം മാറ്റാൻ പോകുന്നു, അങ്ങനെ ചെയ്തിട്ടല്ല. അങ്ങനെ ഒരു വാക്കിനെയാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ പ്രണയിച്ച് അവരെ മതം മാറ്റി ഈ ഇങ്ങനത്തെ എന്താ തീവ്രവാദ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഈ കേരളത്തിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയെന്നൊക്കെയാണ് ഈ സിനിമ 3000 പേരെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് തെറ്റാണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം കൂടെ കാണണം. അല്ല, അത് പറയുമ്പോ തന്നെ കേരളത്തിൽ ആ സിനിമ ഇവിടെ ആരും അത്ര കണ്ടു ഓടിച്ചിട്ടില്ല. കാരണം കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം എന്താണ് കേരള സ്റ്റോറി. തിയേറ്ററിൽ ഓടിയില്ലാന്നേ ഉള്ളൂ. പിന്നെ ഈ ക്രൈസ്തവ സഭകളുടെ സ്കൂളുകളിലും ഒക്കെ പ്രദർശിപ്പിച്ചതിന് ശേഷം പിന്നീട് വലിയ പ്രശ്നം അല്ല. പിന്നീട് അത് എന്ത് ആവട്ടെ, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സിനിമ കാണേണ്ടവർ കണ്ടിട്ടുണ്ട്, കണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. കേരളത്തിന് പുറത്ത് ഈ സിനിമ എത്രത്തോളം ആൾക്കാരിൽ എത്തിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്ന് കേരളത്തിന് പുറത്തേക്ക് പോയി നോക്കണം. കേരളത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ നടക്കുന്നത്, ഹൈന്ദവരെയൊക്കെ മുസ്ലിം ആക്കുകയല്ലേ എന്നാ ചോദിക്കുക. ഹൈന്ദവരെയൊക്കെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ ഇത് ഈ സിനിമ വെച്ചിട്ടാണ് ആൾക്കാർ അത്രയും ആഴത്തിലേക്ക് ഈ ആൾക്കാരിലേക്ക് ഈ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞു. കാരണം അത്രയും എന്താണ്
കേരളത്തിനെ നുണ കൊണ്ട് കെട്ടിവെച്ച ഒരു കൊട്ടാരമാണ് ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സാധനം. ആ സിനിമ കണ്ടിക്കോ, മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കുക. എന്തായാലും ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ്, എന്നാൽ മര്യാദയ്ക്ക് വൃത്തിക്ക് എടുത്തു വെക്കണ്ടേ? അതുപോലും ഇല്ല, വെട്ടിക്കൂട്ടി ഒരു 4-5 പടങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു സിനിമ മര്യാദയ്ക്ക് മലയാളം പോലും പറയുന്നില്ല. എന്റെ പേര് ഞാൻ തിരുവനന്തപുരത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അവാർഡ് എന്ന് പറഞ്ഞാൽ ജൂറിയുടെ അവകാശം. അതെ, അവാർഡ് എന്ന് പറയുന്നത് ജൂറിയുടെ അവകാശം. അതുകൊണ്ട് ഞാൻ ഇതിൽ അത്ര പ്രതീക്ഷയൊന്നും വെച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ അവാർഡ് കൊടുത്തത് പുഷ്പയ്ക്കാണ്. അപ്പൊ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. അതെ, അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നമ്മളൊരു പരീക്ഷ എഴുതുന്നു, അത് റിസൾട്ട്, അത് പരീക്ഷ ചോദ്യ പേപ്പർ നോക്കുന്ന ആളുകളുടെ കലാമൂല്യമുള്ള അല്ലെ കലാകാരന്മാരെ അംഗീകരിക്കുന്നതൊന്നും അല്ല ഇപ്പൊ ദേശീയ അവാർഡായിട്ട് കൊടുക്കുന്ന സിനിമകളിലൊന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാന്നുള്ള ഒരു ഇതുമില്ല. എന്തായാലും നല്ല സിനിമകൾ വരട്ടെ. മലയാളത്തിൽ നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ മലയാളത്തിന് കിട്ടാറില്ലേ? മലയാളത്തിന് എത്രയോ തവണ മലയാളത്തിലെ നടന്മാർക്ക് കിട്ടിയില്ലേ? ഇപ്പൊ ഉർവശിക്ക് കിട്ടി, വിജയരാഘവന് കിട്ടി. പക്ഷെ ഒരു സിനിമ കിട്ടിയതുകൊണ്ട് ഈ പീരിയഡ് പോലെ 1-2 കൊടുക്കും. ബാക്കിയൊക്കെ ഒന്നും എന്താ മണ്ണും ചാണകം അല്ലാത്ത സിനിമ എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അങ്ങനത്തെ സിനിമകൾക്ക് കൊടുക്കും. ഷാരൂഖ് ഖാൻ കൊടുത്തത് ഇഷ്ടമായില്ലേ? അത് ഷാരൂഖ് ഖാൻ കൊടുത്തത് ഇഷ്ടക്കേടൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പുട്ടിന് പീരിടുന്ന പോലെ ഇടയ്ക്ക് ഓരോന്ന് നല്ലത്. റാണി മുഖർജിയുടെ സിനിമ ഉണ്ടായിരുന്നത് കുഴപ്പമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ചിലത് നല്ലത് കൊടുക്കാം, പക്ഷെ എല്ലാം ഒന്നും നല്ല സിനിമകളൊന്നും അല്ല. ഞാൻ പറഞ്ഞത് ആടുജീവിതത്തിനെ പോലും പരിഗണിച്ചിട്ടില്ല. 10-12 എൻട്രികളും ആടുജീവിതത്തിനെ പോലും പരിഗണിച്ചിട്ടില്ല. ഇതുകൊണ്ടായിരിക്കുമോ മറ്റേ കലാപം കാണിച്ചു ഒരു ഭാഗം മാത്രം അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ആടുജീവിതത്തിനെ ഇതിന് ഒഴിവാക്കി നമുക്ക് പറയാൻ വേണമെങ്കിൽ. അങ്ങനെയൊക്കെ അങ്ങനെ നല്ല സിനിമകളൊന്നും ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ പുഷ്പയ്ക്ക് കൊടുത്തതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ജൂറി അല്ല, പുതിയ ഈ വർഷത്തും ജൂറി മാറി, പുതിയ ആളാണ്. ജൂറി മാറിയാലും ഇതാ കേരള സ്റ്റോറിക്ക് കൊടുത്തല്ലോ. അപ്പൊ അങ്ങനെ വിമർശനങ്ങൾ വരട്ടെ, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. അല്ലാതെ എന്തെങ്കിലും കാടടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സ്റ്റോറി ഇങ്ങനെയല്ല എന്ന് കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. പുറത്തുള്ളവര് ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ മനസ്സിലാക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതെ, അവര് ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷെ കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാർ നോക്കിക്കാണുമ്പോൾ കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിക്കാണ് കേരളത്തിനെ ചിത്രീകരിച്ചില്ല. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. മകളെ കാണാൻ പറ്റാത്തതുകൊണ്ട് സങ്കടപ്പെട്ടും അവിടുത്തെ തിരുവനന്തപുരത്തെ നിമിഷയുടെ അമ്മയുടെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവർ അങ്ങോട്ട് പോകാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു, പക്ഷേ കേന്ദ്രം അനുമതി കൊടുക്കുന്നില്ല. നമ്മൾ അങ്ങനെ വിടാറുമില്ല. അതൊക്കെ നിയമപ്രശ്നങ്ങളാണ്. എന്തായാലും നോക്കാം.